Hi dears, welcome back. Towards the Gangetic Plain, ഗംഗാ സമതലത്തിലേക്ക്. ഈ ഒരു പാഠഭാഗം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വലിയൊരു പാഠഭാഗം. ഇവിടെ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ പ്രീവിയസ് ഇയറിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് വേഗത്തിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് ഡൗൺ എനി ടു പെക്യുലാരിറ്റീസ് ഓഫ് ദി ലൈഫ് ഓഫ് ആര്യൻസ് ഇൻ ദ സപ്ത സിന്ധു റീജിയൻ. സപ്തസൈന്ധവ പ്രദേശത്ത് താമസിച്ച ആര്യന്മാരുടെ ജനജീവിതം എങ്ങനെയായിരുന്നു? 2018 ചോദിച്ച ഒരു സെക്കൻഡ് ടേമിൽ എക്സാമിനേഷന് ചോദിച്ച അല്ലെങ്കിൽ ഹാഫ് ഇയർലി എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഈ ഒരു ചോദ്യത്തിന് നമ്മൾ എന്താണ് ആൻസർ പറയാം? നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഒന്ന്, ആര്യൻ ബിലോങ്ഡ് ടു ഡിഫറെൻറ്റ് ട്രൈബ്സ്. ആര്യന്മാർ വിവിധ ഗോത്രങ്ങളായാണ് താമസിച്ചത്. ഒന്നാമത്തെ പോയിന്റ്. രണ്ട്, ഈച്ച് ട്രൈബ് കംപ്രൈസ്ഡ് ഓഫ് മെനി ഫാമിലി. ഒരു ഗോത്രം എന്ന് വെച്ചാൽ ഒരുപാട് കുടുംബങ്ങൾ ചേർന്നതാണ്. ഒരു 10-20 ഫാമിലികൾ ചേർന്നാൽ അതൊരു ട്രൈബാ, അതൊരു ഗോത്രമാണ്. ദ എൽഡസ്റ്റ് മെമ്പർ ഓഫ് ദി ട്രൈബ്, ആ എന്താണ് ഗോത്രത്തിലെ ഏറ്റവും മുതിർന്ന അംഗമാണ്. വാസ് സെലക്ടഡ് ആസ് ദ ഹെഡ് ഓഫ് ദി ട്രൈബ്. ഗോത്ര തലവൻ എന്ന് പറയുന്നത് ആരാ? ആ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ ആ ഗോത്രത്തിൽ ഏറ്റവും പ്രായം ചെന്ന ആളാണ് അവരുടെ തലവൻ. There were different tribal assemblies to assist the tribal head. These assemblies were known as Vidada, Sabha, Samiti. ഗോത്ര തലവനെ സഹായിക്കാൻ എന്തുണ്ടായിരുന്നു എന്നാ പറയുന്നത്? ഒരുപാട് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഒരുപാട് ട്രൈബൽ അസംബ്ലി ഗോത്രസഭകൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? സഭാ, സമിതി, വിധാത എന്നിവയാണ് ഈ 3 ഗ്രൂപ്പുകൾ. ആൻഡ് ദ മെയിൻ ഒക്യുപ്പേഷൻ ഓഫ് ദി ആര്യൻസ് വാസ് കാറ്റിൽ റിയറിംഗ് ആൻഡ് ഫാമിംഗ്. ആര്യന്മാരുടെ പ്രധാനപ്പെട്ട പണി എന്താണ്? കന്നുകാലി വളർത്തലും കൃഷിയുമായിരുന്നു. ആൻഡ് ദേ ഫോർട്ട് ബാറ്റിൽ ഫോർ പാസ്റ്ററൽ ഗ്രൗണ്ട്സ് ആൻഡ് കാറ്റിൽ. കന്നുകാലികൾക്കും മേച്ചിൽപ്പുറങ്ങൾക്കും വേണ്ടി അവർ എന്ത് ചെയ്തു? പരസ്പരം യുദ്ധം ചെയ്തു എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്തു വെക്കാം. ഓക്കെ, ഋഗ്വേദിക് സൊസൈറ്റി എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഋഗ്വേദ കാലഘട്ടത്തിൽ സപ്ത സിന്ധു റീജിയനിൽ താമസിക്കുന്ന സപ്തസൈന്ധവ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവരുടെ സമൂഹം 3ആയിട്ടാണ് തരംതിരിച്ചത്. പ്രീസ്റ്റ്, പുരോഹിതന്മാരെന്നും, സോൾജിയസ്, സേനാനികളെന്നും, കോമൺ പീപ്പിൾ, സാധാരണക്കാരെന്നും എന്നിങ്ങനെ 3ആക്കിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവരെ തരംതിരിച്ചിട്ടുണ്ടായിരുന്നത്. What were the reason for the migration of Aryans into the Gangetic Plain? സപ്തസൈന്ധവ പ്രദേശത്തു നിന്നും ആര്യന്മാർ ഗംഗാ സമതലത്തിലേക്ക് വ്യാപിക്കാനുണ്ടായ കാരണം എന്തൊക്കെയാണ്? ആദ്യം അവർ താമസിച്ചത് സപ്തസിന്ധുവിലാണ്. പിന്നെ അവർ എങ്ങോട്ട് താമസം മാറി? അവർ ഗംഗയുടെ തീരത്തേക്ക് താമസം മാറി. അതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ, ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, ജനസംഖ്യാ വർധനവ്. 2, ഡെപ്പോസിറ്റ് ഓഫ് അയേൺ ഓർ, അല്ലെ എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഈ പറയുന്ന അല്ലെ നമ്മൾ പറയുന്നു ഇരുമ്പയിരിൻ്റെ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ അംശം കൂടുതൽ അവിടെ ഉള്ളത് കൊണ്ടാണ് ഗംഗയുടെ തീരത്ത്. ഇൻ സെർച്ച് ഓഫ് ന്യൂ പാസ്റ്റേഴ്സ്, കന്നുകാലികളെ മേയ്ക്കാൻ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയാണ് അവർ പോയിട്ടുള്ളത്. അല്ലെ, പ്രസൻസ് ഓഫ് അലൂവിയൽ സോയിൽ, കൃഷിക്ക് അനുയോജ്യമായ അലൂവിയൽ സോയിൽ, അല്ലെ അവിടെ മണ്ണ്, നല്ല കൃഷിക്ക് അനുയോജ്യമായ മണ്ണൊക്കെ ഗംഗാ തീരത്ത് ഗാൻജറ്റിക് പ്ലെയിനിലായതുകൊണ്ടാണ് സപ്ത സിന്ധു ഓർ സപ്തസൈന്ധവ പ്രദേശത്തു നിന്നും ആര്യന്മാർ എങ്ങോട്ട് പോകുന്നത്? യെസ്, ഗാൻജറ്റിക് പ്ലെയിൻ അഥവാ ഗംഗയുടെ തീരത്തേക്ക് പോകുന്നത്. Migration from the Sapta Sindhu region to Gangetic Plain brought some major transition in the life of Aryan. Point out those changes. സപ്തസൈന്ധവ പ്രദേശത്ത് നിന്നും ആളുകൾ എങ്ങോട്ട് പോയപ്പോൾ? ഗംഗയുടെ തീരത്തേക്ക് പോയപ്പോൾ ആര്യന്മാരുടെ ലൈഫിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഇത് ചിലപ്പോൾ നമ്മളോട് എക്സാമിന് കമ്പാരിസൺ ആയിട്ടോ എസ്സേ ആയിട്ടോ ഒക്കെ ചോദിക്കാം. ആളുകൾ നമ്മൾ ഓർത്തു വെക്കേണ്ടത്, ആളുകൾ ആദ്യം ആര്യന്മാർ വന്നത് എങ്ങോട്ടാ? സിന്ധുവിൻ്റെ തീരത്താണ്. അല്ലെ, സിന്ധുവും സിന്ധുവിലേക്ക് വെള്ളം എത്തിക്കുന്ന നദികളുടെയും തീരം. ഈ പ്രദേശത്ത് സപ്തസൈന്ധവ ഓർ സപ്ത സിന്ധു എന്ന് വിളിച്ചു. പിന്നെ അവർ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എങ്ങോട്ടാ പോയത്? ഗംഗാ തീരത്തേക്കാണ്, അല്ലെങ്കിൽ ഗാൻജറ്റിക് പ്ലെയിൻ. അല്ലെ, ഈ സിന്ധുവിൻ്റെ തീരത്ത് താമസിക്കുമ്പോൾ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര്, ഇത് നമുക്ക് ഋഗ്വേദിക് പീരീഡ് എന്ന് വിളിക്കാം. ഋഗ്വേദിക് പീരീഡ് അല്ലെങ്കിൽ ഋഗ്വേദ കാലഘട്ടം എന്ന് മലയാളം. ഇനി അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഏർലി വേദിക് ഏജ് എന്നും ഇതിനെ വിളിക്കും. അല്ലെ, ആദ്യ വേദകാലം എന്ന് വിളിക്കും. ആദ്യ വേദകാലം എന്ന് വിളിക്കാൻ കാരണം ഋഗ്വേദം എഴുതപ്പെട്ട കാലമാണ് സപ്തസിന്ധുവിലുള്ളപ്പോൾ. അവർ എങ്ങോട്ട് പോയപ്പോൾ? ഗംഗയുടെ തീരത്തേക്ക് പോയപ്പോൾ ഈ കാലഘട്ടത്തെ നമ്മൾ വിളിച്ച പേര് ലേറ്റർ വേദിക് ഏജ് എന്നാണ്. എന്താ വിളിക്കുക? ലേറ്റർ വേദിക് ഏജ്. എന്താ വിളിച്ചത്? ലേറ്റർ വേദിക് ഏജ്, പിൽക്കാല വേദകാലം എന്നാണ് ഈ കാലത്തെ വിളിച്ചത്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, ഇവിടെ പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ നിന്നാണ് സാമവേദ, യജുർവേദ, അഥർവവേദ, ഇങ്ങനെ 2 കാലഘട്ടമാണ്. ആദ്യം സിന്ധു അല്ലെങ്കിൽ സപ്തസൈന്ധവ, അല്ലെ സപ്ത സിന്ധു റീജിയൻ, പിന്നെ അവിടെയാണ് ഗംഗാതീരം. ഇവിടെ 2 സ്ഥലങ്ങളിലും ആളുകൾ താമസിച്ചപ്പോൾ അവരുടെ ലൈഫിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നോക്കിയേ നിങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, സിന്ധുവിൻ്റെ തീരത്ത് അല്ലെങ്കിൽ സപ്ത സിന്ധുവിൽ അവർ താമസിക്കുമ്പോൾ പ്രധാനപ്പെട്ട ജോലി എന്താണ്? കാറ്റിൽ റിയറിംഗ് ആണ്, അല്ലെങ്കിൽ റിയറിംഗ് ഓഫ് കാറ്റിൽ ആണ്, കന്നുകാലികളെ വളർത്തല.
അവർക്ക് എന്തുണ്ട്? ട്രൈബൽ അസംബ്ലികളായിട്ട് സഭാ സമിതി വിധാത, അതായത് ഗോത്ര തലവന്മാരെ സഹായിക്കാൻ സഭാ സമിതി വിധാത എന്ന് പറഞ്ഞ ഗ്രൂപ്പുകളുണ്ട്. ദ സൊസൈറ്റി വാസ് സ്ട്രാറ്റിഫൈഡ് ഇൻ ടു 3. സമൂഹത്തെ 3ആയി തരംതിരിച്ചു. ഏതൊക്കെയാണ്? പ്രീസ്റ്റ് പുരോഹിതന്മാർ, സോൾജേഴ്സ് പട്ടാളക്കാർ, കോമൺ പീപ്പിൾ സാധാരണക്കാർ എന്നിങ്ങനെ 3ആയി തരംതിരിച്ചു. സിമ്പിൾ ബിലീഫ് ആൻഡ് പ്രാക്ടീസസ് അല്ലേ, എന്താണ് അവരെ ഗോത്രങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ആചാരങ്ങളായിരുന്നു അവർക്ക് അന്ന് ഉണ്ടായിരുന്നത് എന്നുള്ളത് മറ്റൊരു പ്രത്യേകത. ഇനി അവർ ഗംഗാതീരത്തെത്തിയപ്പോൾ ഗാൻജറ്റിക് പ്ലെയിനിലെത്തിയപ്പോൾ അവരെ മെയിൻ ജോലി എന്തായി മാറി? കന്നുകാലി മേഖലയിൽ നിന്നും ഫാമിംഗ് കൃഷിയായി മാറി. ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി അസംബ്ലീസ് ഓഫ് ഈച്ച് ട്രൈബ് ഡിമിനിഷ്ഡ്. ഓരോ ഗോത്രങ്ങളുടെയും സമ്മേളനങ്ങളുടെ പ്രാധാന്യം അല്ലെങ്കിൽ ഗോത്രാസഭകളിലെ സഭാസമിതി വിധാത അതിന്റെ പ്രാധാന്യം ഇല്ലാതായി ഗംഗയുടെ തീരത്ത്. ഇവിടെ നേരത്തെ സമൂഹം 3 ആണെങ്കിൽ, സിന്ധുവിന്റെ തീരത്ത് 3 ആണെങ്കിൽ, ഗാൻജറ്റിക് പ്ലെയിനിലെത്തിയപ്പോൾ ഗംഗാ സമതലത്തിലെത്തിയപ്പോൾ 4ആയി മാറി. ഏതൊക്കെയാണ്? ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര അല്ലെ. ബ്രാഹ്മണന്മാർ, ക്ഷത്രിയന്മാർ, വൈശ്യ, ശൂദ്രന്മാർ എന്നിങ്ങനെ 4 എണ്ണമാക്കി മാറ്റി. കോംപ്ലിക്കേറ്റഡ് ആൻഡ് കോംപ്ലക്സ് വേ ഓഫ് വേർഷിപ്പ്. ആരാധന കുറച്ചുകൂടി സങ്കീർണമായി, കുറച്ചുകൂടി എന്താണ് സ്ട്രോങ് ആയി മാറി എന്ന് പറയുന്നു. ജനപദങ്ങൾ രൂപീകരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ ഓർത്തു വെക്കാം. ഓക്കെ, അടുത്തൊരു ചോദ്യം 2019 ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മെൻഷൻ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് led to the development of exchange center of Gangetic Plain into cities. ഗംഗാ സമതലത്തിൽ കച്ചവട കേന്ദ്രങ്ങൾ വളർന്നു വരാനുണ്ടായ സാഹചര്യങ്ങൾ വിശദമാക്കാനാണ് പറയുന്നത്. എങ്ങനെയാണ് അവിടെ കച്ചവട കേന്ദ്രങ്ങൾ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗംഗയുടെ തീരത്ത് ശരിക്കും എന്തിനു കാരണമായി? പീപ്പിൾ സെറ്റിൽഡ് ഡൗൺ. പീപ്പിൾ സെറ്റിൽഡ് ഡൗൺ ഇൻ സിറ്റീസ് ഫോർ ട്രേഡ്. ആളുകൾ കച്ചവടത്തിന് വേണ്ടി ശരിക്കും ഇതിൻ്റെ വലിയൊരു കാരണമാവുന്നത് കൃഷി ചെയ്തു എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ കൂടുതൽ ഡെവലപ്പ് ചെയ്തു. ഇവിടെ ഗാൻജറ്റിക് പ്ലെയിനിൽ അഗ്രികൾച്ചർ അഥവാ കൃഷി കൂടുതൽ മെച്ചപ്പെട്ടു തുടങ്ങിയപ്പോൾ ഈ കൃഷിയിൽ നിന്നും അവർക്ക് ലാഭം ഉണ്ടാവുന്ന സാധനം, ബാക്കി വരുന്ന സാധനങ്ങൾ നമ്മൾ സർപ്ലസ് പ്രൊഡക്ഷൻ എന്നാണ് വിളിക്കുക. സർപ്ലസ് എന്ന് വെച്ചാൽ മിച്ചോൽപാദനം എന്നാണ് നമ്മുടെ മലയാളം. മിച്ചോൽപാദനം എന്താ? മിച്ച ഉൽപാദനം ചെയ്തതിൽ ആ നാട്ടിലേക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ബാക്കി വന്ന സാധനങ്ങൾ അവരെന്തിനു ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്? കച്ചവടത്തിന് വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? കച്ചവടത്തിന് ചെയ്യുന്ന കൈമാറ്റ കേന്ദ്രങ്ങൾ, സാധനങ്ങൾ എക്സ്ചേഞ്ചിങ് സെന്റേഴ്സ് ഉണ്ടായി. അങ്ങനെ സാധനങ്ങൾ കൈമാറുന്ന മേഖലയെ നമ്മൾ എന്ത് പേരാ വിളിച്ചിട്ടുണ്ടായിരുന്നത്? യെസ്, ട്രേഡിംഗ് സെന്റേഴ്സ് അല്ലെങ്കിൽ സിറ്റികൾ അങ്ങനെ വളർന്നു വരികയാണ്. കച്ചവടമാണ് സിറ്റികൾ വളർന്നു വരാൻ കാരണം. പീപ്പിൾ സ്റ്റാർട്ടഡ് ടു സെറ്റിൽ ഡൗൺ ഇൻ സിറ്റീസ്. ആളുകൾ സിറ്റികളിൽ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ അന്ന് ഇന്ത്യയിൽ രാജഗൃഹ, ശ്രാവസ്തി, വൈശാലി, ബനാറസ്, കുശിനഗരം പോലുള്ള ഒരുപാട് സിറ്റികൾ വളർന്നു വന്നിട്ടുണ്ട്. ട്രേഡ് റൂട്ട്സ് കണക്ടിങ് ദിസ് സിറ്റീസ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. ഈ സിറ്റികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്തുണ്ടായിട്ടുണ്ട്? റോഡുകൾ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് എ ന്യൂ സോഷ്യൽ കാറ്റഗറി ദസ് ഗ്രൂ അപ്പ് ഇൻ സിറ്റീസ് ഓൺ ദ ബേസിസ് ഓഫ് ട്രേഡ് ഇൻ ഹാൻഡ് ക്രാഫ്റ്റ്. എന്താണ്? ഈ പറഞ്ഞ കച്ചവടവും കരകൗശല പരിപാടികളുമായിട്ടൊരു പുതിയ വിഭാഗം വളർന്നു വന്നിട്ടുണ്ട് അല്ലേ. കച്ചവടത്തിന് വേണ്ടി കോയിൻസ്, നാണയങ്ങളൊക്കെ ഉപയോഗിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? ഗാൻജറ്റിക് പ്ലെയിനിൽ അഗ്രികൾച്ചർ കാരണം ഓട്ടോമാറ്റിക്കലി അത് എന്തിനു കാരണമായി? ട്രേഡൊക്കെ വളർന്നു വരാൻ കാരണമായി എന്നാണ് പറയുന്നത്. Great changes occurred in belief and customs during the life of Gangetic Plain. Justify. ഗംഗാ സമതലത്തിലെത്തിയ ആര്യന്മാരുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. വിശദമാക്കുക എന്ന് വെച്ചാൽ ആര്യന്മാരുടെ ലൈഫിൽ എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. എന്തൊക്കെ ചേഞ്ചുകളാണ് ഉണ്ടായിട്ടുള്ളത് ആര്യന്മാരുടെ ലൈഫിൽ? അവരെ വിശ്വാസം എന്ന് വെച്ചാൽ അവരെവിടെ താമസിക്കുന്ന സമയത്ത് ഈ സിന്ധു അല്ലെങ്കിൽ സപ്തസിന്ധു പ്രദേശത്ത് താമസിക്കുമ്പോൾ അവരെ ദൈവം എന്ന് പറയുന്നത് ലോർഡ് ഇന്ദ്ര ആൻഡ് അഗ്നി ലോസ്റ്റ് ദെയർ പ്രൊമിനൻസ് അല്ലേ. സിന്ധുവിൻ്റെ തീരെ താമസിക്കുമ്പോൾ അഗ്നിയും ഇന്ദ്രയും ഒക്കെയാണ് അവരെ പ്രധാനപ്പെട്ട ദൈവം. പക്ഷേ അവർ ഗാൻജറ്റിക് പ്ലെയിനിലെത്തിയ സമയത്ത് അവർ പ്രധാനപ്പെട്ട ദൈവം പ്രജാപതി, വിഷ്ണു തുടങ്ങിയവരായി മാറി. കോംപ്ലിക്കേറ്റഡ് ആൻഡ് കോംപ്ലക്സ് വേ ഓഫ് വേർഷിപ്പ് അല്ലെ. ആരാധനകൾ കുറച്ചുകൂടി സങ്കീർണമായി മാറി. ഇപ്പോൾ നമ്മൾ പറയില്ല മൃഗബലി പോലുള്ള വലിയ വലിയ പരിപാടികളൊക്കെ അവരെ ആചാരങ്ങളായിട്ട് മാറി. ആൻഡ് അല്ലേ ഈ എന്താണ് മീൻസ് ഓഫ് വേർഷിപ്പ് ആൻഡ് റിലീജിയസ് പ്രാക്ടീസസ് ഇൻക്ലൂഡിങ് സാക്രിഫൈസ് ഓഫ് ആനിമൽ വെരി കോസ്റ്റ്ലി എന്ന് വെച്ചാൽ പാവപ്പെട്ട ആൾക്കാർക്കൊന്നും മൃഗങ്ങൾ അറക്കാം, മൃഗബലിയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. പണക്കാർക്ക് മാത്രമുള്ള രീതിയിലേക്ക് എന്തു ചെയ്തു എന്നാണ് പറയുന്നത്? വിശ്വാസങ്ങൾ മാറി എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. പുരോഹിതന്മാർ ഏറ്റവും ശക്തരായി മാറുകയും ചെയ്തത് ഈ കാലഘട്ടത്തിലാണെന്നും നമ്മൾ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ചോദ്യങ്ങളോട് പറഞ്ഞിട്ട് ബാക്കി ചോദ്യങ്ങൾ നമുക്ക് ലൈവിൽ പറയാം. 2018 ചോദിച്ചൊരു ചോദ്യമാണ്. ബുദ്ധിസം ആൻഡ് ജൈനിസം കോൺട്രിബ്യൂട്ടഡ് ഗ്രേറ്റ്ലി ടു ദ കൾച്ചറൽ ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ സംസ്കാരത്തിന് ബുദ്ധമതവും ജൈനമതവും ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ബുദ്ധമതത്തിന് നോക്കാം അല്ലേ.
ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെനൻസ് വാസ് അഹിംസ. ഏറ്റവും പ്രധാനപ്പെട്ട തത്വങ്ങൾ എന്താണ്? അത് അഹിംസയായിരുന്നു അല്ലെ. ഏതിൻ്റെ? ബുദ്ധമതത്തിൻ്റെ ആശയം തന്നെ അഹിംസയാണല്ലേ. ഗേവ് ഇമ്പോർട്ടൻസ് ടു വൺസ് ഓൺ കർമ്മ. ആളുകളുടെ സ്വന്തം കർമ്മത്തിനാണ് ബുദ്ധമതം പ്രാധാന്യം കൊടുത്തത്. ഗേവ് ഇമ്പോർട്ടൻസ് ടു മോറൽ ലൈഫ്സ് ഓഫ് പീപ്പിൾ. ജനങ്ങളെ ധാർമ്മിക ജീവിതത്തിന് അല്ലെ ബുദ്ധമതം പ്രാധാന്യം കൊടുത്തു. ആൻഡ് ബുദ്ധമതം പ്രചരിപ്പിക്കാനുണ്ടായിരുന്ന സംഘ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്. അവരാണ് ബുദ്ധമതം പ്രചരിപ്പിച്ചിരുന്നത്. അവർ ശരിക്കും ഒരു ഡെമോക്രാറ്റിക്, ഒരു ജനാധിപത്യ രീതിയാണ് ഫോളോ ചെയ്തിരുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. ഇതൊക്കെ ഇന്ത്യൻ എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരുപാട് സംഭാവനകൾ നൽകി. ഈ ഒരു ജനാധിപത്യ രീതിയൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ഇന്ത്യയിൽ അല്ലെ തുടങ്ങിയത് എവിടെയാണ്? ഈ ബുദ്ധമത പ്രചരണത്തിനുണ്ടാക്കിയ സംഘങ്ങളിലാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അവരുണ്ടാക്കിയിട്ടുള്ള കേവ്സ്, ചൈത്യാസ്, ഗുഹകൾ അല്ലെ, ഈ സാധനങ്ങളൊക്കെ തന്നെ എന്താണ് അന്നത്തെ കാലഘട്ടത്തിൽ ആർക്കിടെക്ചർ, വാസ്തുശില്പവിദ്യ അല്ലെ, കെട്ടിട നിർമ്മാണത്തിൻ്റെ ഒക്കെ ഏറ്റവും വലിയ എന്താണ് അപാരമായിട്ടുള്ള എന്താണ് സംഭാവനയാണ്. ഇന്നും നമ്മുടെ ഇന്ത്യയിൽ ഈ കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണല്ലേ. ആൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം വളരുന്നതിൽ ഏറ്റവും വലിയ റോൾ ആർക്കാ? ബുദ്ധമതത്തിനുണ്ട്. ബുദ്ധമതത്തിനുമായി ബന്ധപ്പെട്ട് തക്ഷശില അല്ലെ, അതുപോലെ തന്നെ ഒരുപാട് എന്താണ് നളന്ദ പോലുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ അന്ധകാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് വിദേശ രാജ്യങ്ങളുമായിട്ട്, നൈബറിംഗ് കൺട്രീസുമായിട്ട് ട്രേഡ് റിലേഷൻ കൂടാനും കാരണമായിട്ടുള്ളത് എന്താണ്? ബുദ്ധമതം മറ്റു രാജ്യങ്ങളിലേക്ക് പ്രചരിച്ചത്. വിദേശ രാജ്യങ്ങളുമായിട്ട് ട്രേഡൊക്കെ എന്ത് ചെയ്യാൻ അല്ലേ, കച്ചവടമൊക്കെ മെച്ചപ്പെടാനും അത് സഹായിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ലൈവിൽ സംസാരിക്കാം. സോ താൽക്കാലികമായി നിർത്തുന്നു. ബൈ.